ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല രുചിയുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടി കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. 1 കപ്പ് സാമ്പാർ പരിപ്പ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പീസ് പരിപ്പോ, നിങ്ങൾ ഏത് പരിപ്പാണ് സാമ്പാറിന് എടുക്കുന്നത് ആ പരിപ്പ് എടുക്കാം. പരിപ്പ് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 ചെറിയുള്ളി ചേർക്കാം. എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പരിപ്പും ഇതും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 6 വരെ വിസിലടിച്ച് പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കാം. സാമ്പാറിലേക്കുള്ള വെജിറ്റബിൾസ് വേറൊരു കലത്തിലാണ് വേവിച്ചെടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പടവലങ്ങ എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, മത്തങ്ങ എടുത്തിട്ടുണ്ട്, ബീൻസും അച്ചിങ്ങപ്പയറും എടുത്തിട്ടുണ്ട്, കായ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വളരെ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കഷ്ണങ്ങളുടെ ആവശ്യമില്ല. എല്ലാം വളരെ ചെറിയൊരു പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളകും മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുക്കാം. ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. തക്കാളി പുളിക്ക് വേണ്ടി ചേർക്കാറുണ്ട്. കുറച്ച് പുളിയും കൂടി ചേർക്കുമ്പോഴാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഈ പുളി വെള്ളവും പരിപ്പും അതുപോലെ സാമ്പാറിലെ കഷ്ണങ്ങളും നന്നായി ഒന്ന് തിളച്ച് വരണം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തക്കാളി, മുരിങ്ങക്കായ, വെണ്ടക്ക, വഴുതനങ്ങ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒക്കെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ വഴറ്റി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായി ഒന്ന് വഴണ്ട് വരണം. നല്ലപോലെ പച്ചക്കറികൾ വഴണ്ട് വന്നതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കണം. കഷ്ണങ്ങൾ വെളിച്ചെണ്ണയിൽ നന്നായി വഴണ്ടതിലേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് സാമ്പാർ പൊടിയുടെ പച്ച മണം മാറിയതിന് ശേഷം സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ സാമ്പാർ റെഡിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് താളിച്ചൊഴിക്കണം എന്നുണ്ടെങ്കിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചൊഴിക്കാം. ഞാൻ പൊതുവെ താളിച്ചൊഴിക്കാറില്ല. ഒഴിച്ചില്ലെങ്കിലും ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്